11 വയസ്സുള്ള സ്വന്തം മകളെ ആൺസുഹൃത്തിന് മുന്നിൽ കാഴ്ചവെച്ച ഒരമ്മയുടെ ക്രൂരതയെക്കുറിച്ചുള്ള വാർത്തയാണിനി. ഞെട്ടിക്കുന്ന സംഭവം നടന്നത് തിരുവനന്തപുരത്താണ്. രക്ഷിതാക്കളുടെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കൗൺസിലിംഗിലാണ് 11-കാരി തനിക്ക് നേരെയുണ്ടായ ലൈംഗിക അതിക്രമം വെളിപ്പെടുത്തിയത്. പിതാവ് വീട്ടിലില്ലാതിരുന്ന സമയത്ത് അമ്മ സുഹൃത്തിനെ വിളിച്ചു വരുത്തുകയായിരുന്നു. നിർബന്ധിച്ച് സുഹൃത്തിനൊപ്പം ഉറങ്ങാൻ പറഞ്ഞുവിട്ടെന്നും പെൺകുട്ടി മൊഴി നൽകി. കോടതി നിർദ്ദേശപ്രകാരം വഞ്ചൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു. അരുൺ, ഇത് എന്ന് നടന്ന സംഭവമാണ്? എങ്ങനെയാണ് ഈ 11-കാരി അമ്മയുടെ ആൺസുഹൃത്തിൽ നിന്നും ലൈംഗിക ചൂഷണത്തിന് ഇരയായ വിവരങ്ങൾ പുറത്തു വരുന്നത്? തീർച്ചയായും മനസാക്ഷിയെ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത തന്നെയാണ് നമുക്കിപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഈ ഒരു സംഭവം അരങ്ങേറിയത്. പക്ഷെ കുട്ടി ഈ അടുത്തിടെയാണ് ഈ പറയുന്ന വിവരങ്ങളെല്ലാം തുറന്നു പറയുന്നത്. ഇതിനുള്ള ഒരു സാഹചര്യം വഴി തിരിഞ്ഞത് മാതാപിതാക്കൾ തമ്മിലുള്ള ഒരു കലഹം അത് കോടതിയുടെ വക്കിലെത്തുകയായിരുന്നു. വിവാഹ മോചനത്തിന് വേണ്ടി എത്തി നിൽക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു, കൗൺസിലിംഗിനിടയിലായിരുന്നു കുട്ടിയുടെ ഒരു തുറന്നു പറച്ചിൽ കോടതി അറിയുന്നത്. തുടർന്ന് കോടതി ഇയാൾക്കെതിരെ, ഈ പറയുന്ന അമ്മയുടെ ആൺസുഹൃത്തിനെതിരെ കേസെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇപ്പോൾ 1-ാം പ്രതിയായാണ് അയാൾക്കെതിരെ കേസെടുക്കുന്നത്. അമ്മ 2-ാം പ്രതിയാകും. മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് അച്ഛൻ വീട്ടിലില്ലാത്ത സമയത്ത് അമ്മ ഈ പറയുന്ന ആൺ സുഹൃത്തിനെ വിളിച്ചു വരുത്തുകയും തുടർന്ന് ഈ കുട്ടിയോട് പരിചയം പുതുക്കി കുട്ടിയോടൊപ്പം ഉറങ്ങാൻ നിർബന്ധിക്കുകയായിരുന്നു. അതിനാൽ ഈ ഉറങ്ങുന്ന സമയത്തായിരുന്നു ഈ പ്രതി ഇത്തരത്തിലൊരു വൈകൃതം കാണിച്ചത്. പക്ഷെ ഈ വിവരം അമ്മയോട് പങ്കുവച്ചിരുന്നെങ്കിലും അമ്മ അവിടെ നിശബ്ദമാവാൻ നിർബന്ധിതയാക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ ഇതിൽ മാനസികമായ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരുന്ന കുട്ടി ഇതെല്ലാം കൗൺസിലിംഗിൽ തുറന്നു പറഞ്ഞതോടുകൂടിയാണ് സംഭവം പുറംലോകം അറിഞ്ഞത്. എന്തായാലും തുടർന്ന് വഞ്ചൂർ പോലീസ് ഈ കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസ് നടപടിയിലായി മുന്നോട്ട് പോകുന്നു. എന്നിരുന്നാലും സംഭവം നടക്കുന്ന പശ്ചാത്തലം പോത്തൻകോട് പരിധിയിലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പോലീസ് കേസ് അങ്ങോട്ട് മാറ്റാനാണ് സാധ്യത. എന്തായാലും ഗൗരവമായ ഒരു വിഷയം. അരുൺ മോഹൻ, ഈ കേസിൽ പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ 11 വയസ്സുള്ള പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായ കേസിൽ അമ്മയെയും പോലീസ് പ്രതി ചേർക്കുമോ? തീർച്ചയായും അമ്മ ഇപ്പോൾ 2-ാം പ്രതിയായാണ് അമ്മയെ പ്രതി ചേർത്തിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് ഈ വിവരം ലഭിച്ചയുടൻ തന്നെ കാര്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രതിയെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ അയാളെ കസ്റ്റഡിയിലാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും അമ്മയും ഉൾപ്പെട്ട ഈ കേസ് വളരെ ഗൗരവമായി തന്നെ പോലീസ് കൈകാര്യം ചെയ്യുന്നു. കാരണം കോടതിയാണ് ഇടപെട്ടിരിക്കുന്നത്. കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അത് ഗൗരവമായി തന്നെ, പ്രത്യേകിച്ച് അതൊരു പോക്സോയാണ്. അപ്പോൾ സ്വാഭാവികമായ ആ ഒരു ഗൗരവം കൂടി പോലീസിലേക്ക്. എന്തായാലും ഈ വരും മണിക്കൂറുകളിൽ നമുക്ക് കുറച്ചുകൂടി വിശദമായ വിവരങ്ങളിലേക്കൊക്കെ നമുക്ക് എത്താൻ കഴിയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. യെസ്, അരുൺ മോഹനാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്.